ഈ ചിലർക്ക് കൈയൊക്കെ ഒടിഞ്ഞ് എല്ലൊക്കെ പൊടിഞ്ഞു പോകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഫിസിയോതെറാപ്പി ഉപയോഗിക്കാൻ പറ്റുമോ? അതായത് ഇപ്പോൾ അങ്ങനെയുള്ള കേസസ് മിക്കവാറും ഒരു ഓർത്തോപെഡിക് സർജനെ കണ്ട് ഒരു സർജറിക്ക് ശേഷമായിരിക്കും ഫിസിയോതെറാപ്പിയിലേക്ക് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലുകൾ പൊടിഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേറ്റർ വെച്ചിട്ട് ആ എല്ലിൻ്റെ ലെങ്ത്ത് കൂട്ടാനായിട്ടുള്ള ഇലിസറോബ് എന്ന് പറയുന്നൊക്കെ സ്പ്ലിൻസ് ഉണ്ട്. അപ്പോൾ അതിട്ടിട്ട് 1 മില്ലിമീറ്റർ വെച്ച് ഡെയിലി ടൈറ്റ് ചെയ്ത് അതിനെ നോർമൽ ലെങ്ത്തിലേക്ക് കൊണ്ടുവരികയും ആ സമയത്ത് പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എൽബോയ്ക്കാണ് ഇഞ്ചുറി വന്നിരിക്കുന്നത്, ഇവിടെയാണ് ഈ ഇമ്മൊബിലൈസ് ചെയ്ത് എക്സ്റ്റേണൽ ആപ്ലിക്കേറ്ററൊക്കെ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ റിസ്റ്റിൻ്റെയും ഫിംഗേഴ്സിൻ്റെയും ഷോൾഡറിൻ്റെയും മൂവ്മെൻറ്റ് നമ്മൾ എൻഷുർ ചെയ്യണം. കാര്യം ആ മൂവ്മെൻറ്റ്സ് പിന്നീട് ഇപ്പോൾ ഒരു 3 മാസം കൈ അനക്കാതിരിക്കുകയാണെങ്കിൽ ഈ എൽബോ ഇവിടെ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ഷോൾഡറിന് മൂവ്മെൻറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലോ റിസ്റ്റിനോ ഫിംഗേഴ്സിനോ മൂവ്മെൻറ്റ്സ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലോ അത് പിന്നീട് പ്രശ്നമാകും. അപ്പോൾ അതെല്ലാം അഷ്വർ ചെയ്യാനായിട്ട് എക്സസൈസസ് ഫിസിയോതെറാപ്പി ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും.